ഹായ് ഫ്രണ്ട്സ്, എക്സാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് +1 ഫിസിക്സ് എക്സാം, അതുപോലെ സോഷ്യോളജി, ആന്ത്രപ്പോളജി +1കാരുടെ എക്സാം ആണെങ്കിലും +2കാർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫിസിക്സ് ഒത്തിരി പേര് ഇമ്പ്രൂവ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ +1കാരുടെ ഫിസിക്സും +2കാരുടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഫിസിക്സും, അതുപോലെ തന്നെ +1കാരുടെ സോഷ്യോളജി, ആന്ത്രപ്പോളജി, +2കാർ വളരെ കുറച്ച് പേര് സോഷ്യോളജി, ആന്ത്രപ്പോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ഇന്നത്തെ ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ എന്നാണ് മെജോറിറ്റിയും പറഞ്ഞിരിക്കുന്നത്. +2 ഫിസിക്സിനുണ്ടായിരുന്ന ക്ഷീണം +1 ഇമ്പ്രൂവ്മെൻറ്റ് ഫിസിക്സോട് കൂടിയിട്ട് ഇല്ലാതായിരിക്കുന്നു. ഇമ്പ്രൂവ് ചെയ്ത കുട്ടികളും അതേസമയം കുറച്ച് എഫേർട്ട് ഇട്ട് പഠിച്ച കുട്ടികളും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോർഷൻസ് കുറച്ച് ഓർത്തെടുത്ത കുട്ടികൾക്കൊക്കെ നന്നായി ചെയ്യാൻ പറ്റി എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ നിങ്ങൾ എഴുതിയ കുട്ടികൾ, +1 കുട്ടികളാവട്ടെ, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തവരാവട്ടെ, ഇന്നത്തെ നിങ്ങളുടെ ഫിസിക്സ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു, സോഷ്യോളജി എങ്ങനെയായിരുന്നു? അത് +1കാർ സോഷ്യോളജി കുറച്ച് എളുപ്പമാണ്, +2കാർക്കും എളുപ്പമാണെന്ന് പറഞ്ഞിരുന്നു, +1കാരും എളുപ്പമാണെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ആന്ത്രപ്പോളജി, മെജോറിറ്റി ഇന്ന് എക്സാം എഴുതിയിരിക്കുന്ന ഫിസിക്സാണ്. സോഷ്യോളജി, ആന്ത്രപ്പോളജി റെയർ കോമ്പിനേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എക്സാം എക്സ്പീരിയൻസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. +2ന് നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇമ്പ്രൂവ് ചെയ്തപ്പോൾ +1 കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയോ? പക്ഷേ അതൊരിക്കലും ഈക്വലായി കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കീമിനൊക്കെ മാർക്ക് പരിഗണിക്കുമ്പം +2 ഫിസിക്സിൻ്റെ മാർക്കാണ്, +1ൻ്റെ മാർക്ക് പരിഗണിക്കില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നഴ്സിങ്ങിനാവട്ടെ +2ൻ്റെ മാർക്കാണ് പരിഗണിക്കുക, +1 പരിഗണിക്കില്ല. പക്ഷേ ഓൾ ടുഗദർ ഡിഗ്രി അഡ്മിഷനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. എന്തായാലും ഇന്നത്തെ നിങ്ങളുടെ എക്സാം എക്സ്പീരിയൻസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനതിനായി കാത്തിരിക്കുന്നു. അഥവാ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവുമൊന്നും വേണ്ട. പക്ഷേ എങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഇത്തിരി ആശ്വാസമുള്ളതായിരിക്കും.